ഡിയർ ടീംസ്, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പറമ്പിൽ നട്ട കപ്പയാണ്. 30 ചോട് കപ്പ നട്ടു. ഓണത്തിന് മുമ്പായിട്ട് കുറച്ച് ഞങ്ങൾ പറിച്ചു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് നിന്നൊരു 10-12 ചോടിൽ നിന്നാണ് പറിച്ചത്. കൂടുതലും എലി കൊണ്ടുപോയി തിന്നു. ബാക്കിയുള്ളത് നമുക്ക് കിട്ടി. കുറച്ച് കഴുകിയെടുത്തു. പിന്നെ ഒരു 3 ചോട് കപ്പ അങ്ങനെ തന്നെ മൂടോടുകൂടി നിർത്തിയിട്ടുണ്ട്. എലിയുടെ ശല്യം ഭയങ്കരമാണ് ഇവിടങ്ങളിലൊക്കെ. നമ്മൾ എന്തൊക്കെ വിഷം വെച്ചാലും അല്ലെങ്കിൽ ഈ കെണിയൊക്കെ വെച്ചാലും ഇതൊന്നും നിൽക്കില്ല. അപ്പോൾ എല്ലാവരും കപ്പയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കൺവട്ടത്ത് കപ്പയിടാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിലാണ് കൊണ്ടുപോയിട്ടത്. അതാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്. ഏതായാലും കുറച്ച് കപ്പ കിട്ടി, സന്തോഷം. പിന്നെ അവർക്കും ജീവിക്കണ്ടേ? എലികളാണെങ്കിലും ജീവിയല്ലേ. അവർക്കും ദൈവം ഈ ഭൂമിയിൽ അവസരം കൊടുത്തിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അവർക്കും ആഹാരത്തിനുള്ള വക കിട്ടുള്ളൂ. ഏതായാലും നിങ്ങളിനി കപ്പയൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കുക. വീടിനടുത്ത് അതുപോലെ നമ്മുടെ കണ്ണ് എത്തുന്നിടത്ത് വേണം കപ്പ നടാൻ. അപ്പോൾ എന്തെങ്കിലും ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റും. ഓണത്തിന് മുമ്പ് എടുത്ത കപ്പയും കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് വിളവ് കിട്ടി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ കപ്പ നടാനുള്ളൊരു ഡിസംബർ മാസങ്ങളിൽ സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ചെറിയൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് ബൈ.